ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3-4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാര് വളരെയധികം ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും നഷ്ടങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ച് വേദനകളും വിഷമങ്ങളും ഒക്കെ പിന്തള്ളപ്പെട്ട് പല രംഗങ്ങളിൽ നിന്നും കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും ഒക്കെ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ മാത്രം ഉണ്ടായി ധനനഷ്ടവും ഉണ്ടായി പ്രവർത്തന നഷ്ടവും ഉണ്ടായ ഒരു നക്ഷത്രക്കാരാണ് ഇപ്പോൾ. എന്നാൽ അവരുടെ കഷ്ടതകളും നഷ്ടങ്ങളും ഒരു പരിധിവരെ കുറയാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അതായത് 7.5 കൊല്ലത്തെയാണ് 7.5 ശനി. അത് 5 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞു. ഇനി 2.5 കൊല്ലവും കൂടിയുണ്ട്. അത് ധനസ്ഥാനത്തേക്കാണ് ശനി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ധനപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും അത് വളരെ ശ്രദ്ധിക്കുക. അധിക പാഴ്ചെലവുകളൊന്നും ഉണ്ടാകാതെ, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം മുതൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി സാമ്പത്തിക കാര്യങ്ങളിൽ കൈകാര്യം ചെയ്താൽ കടങ്ങളൊക്കെ വീടുന്നതിനും സമ്പത്ത് ഒതുങ്ങി നിൽക്കുന്നതിനും ഭാഗ്യമുണ്ട്. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ, മാന അപമാനങ്ങളിൽപ്പെട്ടവർ, അവർക്കൊക്കെ അതിൽ നിന്ന് മുക്തി ഉണ്ടാകുവാൻ സാധിക്കും. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം തൊഴിൽ കാര്യമാണ്. ഒരു തരത്തിലും തൊഴിൽ പിടിക്കാതെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കൊക്കെ ആണെങ്കിൽ ചില മാനസിക സമ്മർദ്ദങ്ങളോ ട്രാൻസ്ഫറുകളോ തരം താഴ്ത്തലുകളോ ഒക്കെ ഉണ്ടായാലും സാമ്പത്തികമോ തൊഴിൽ നഷ്ടമോ ഉണ്ടാകുകയില്ല. എങ്കിലും ചിലർക്കൊക്കെ തൊഴിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാൽ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യുന്നവർക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തവർക്കും ഒക്കെ വലിയ തൊഴിൽ നഷ്ടം, തൊഴിലില്ലാത്ത അവസ്ഥ വന്നിരുന്ന ഒരു കാലമാണ് കഴിഞ്ഞുപോയത്. ഈ ഏപ്രിൽ മാസത്തിൽ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ കുംഭൻ രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു തൊഴിൽ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിൽ ജോലി ചെയ്തിരുന്നവർക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനോ, ടെമ്പററി ആയിട്ട് ജോലി ചെയ്തവർ, അത് പ്രൈവറ്റ് മേഖലകളിലായാലും ഗവൺമെന്റിലായാലും ടെമ്പററി ആയിട്ട് ജോലി ചെയ്തവർക്കൊക്കെ അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടി ഒരു പ്രൊമോഷൻ കിട്ടുക, തൊഴിൽ സ്ഥിരപ്പെടുക, അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. അതോടൊപ്പം കടം വീടുകയും ധന ആഗമന യോഗവും ഉള്ള ഒരു സമയവുമാണ്. കുടുംബപരമായിട്ടും വളരെ അഭിവൃദ്ധിയുടെ സമയമാണ്. അതായത് ജന്മത്തിൽ അവിടെ ശനി സഞ്ചരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തും വരുമല്ലോ. കൂടാതെ ദാമ്പത്യ ജീവിതത്തിലും അതൊക്കെ മാറി കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും വന്നു ചേരും. ഗൃഹം പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഗൃഹം വാങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ട ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകുവാൻ യോഗമുണ്ട്. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. അതായത് ദാമ്പത്യ ഭാവത്തിലേക്ക്, വിവാഹ ഭാവത്തിലേക്ക് ആ ശനിയുടെ ബന്ധം വിട്ടുമാറിയിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ദാമ്പത്യ കാരകനായിരിക്കുന്ന ഗ്രഹം, ദാമ്പത്യ ഭാവാധിപനായിരിക്കുന്ന ഗ്രഹം ഒക്കെ പൂർണ്ണ ബലമോത്തോടുകൂടി ഈ കുംഭം രാശിക്കാർക്ക് നിൽക്കുന്ന മാസമാണ് ഈ ഏപ്രിൽ മാസം. അതായത് സപ്തമ ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആദിത്യൻ തന്റെ ഉച്ചരാശിയിലേക്ക് വരുന്നു, ഏറ്റവും ബലമുള്ള രാശി. അതുപോലെ തന്നെ ദാമ്പത്യ കാരകനായിരിക്കുന്ന ശുക്രൻ, രാജയോഗ കാരകനാണ് ശുക്രൻ. ആ ശുക്രൻ തന്റെ ഉച്ചരാശിയിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ നല്ല മേന്മയുള്ള വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ
ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ വാഹനം വന്നു ചേരുക, ഗൃഹം പുതുക്കി പണിയുക, പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുക, നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, സഹോദര സ്ഥാനീയരും ഒക്കെ പിണങ്ങി നിന്നവരാണെങ്കിൽ പോലും എല്ലാവരും ഒരു ലോഹ്യമൊക്കെ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായമൊക്കെ ചെയ്യുന്നതിനുമൊക്കെ ഉള്ള യോഗമാണ് കാണുന്നത്. അത് വിദേശത്ത് പോയവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സംസാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ കുടുംബമായാലും ഓഫീസിലായാലും അതുപോലെ തന്നെ സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലം ഏതുമാകട്ടെ സഹപ്രവർത്തകരും ഇടപാടുകാരുമായിട്ട് വളരെ രമ്യതയിൽ നയവും കഴിവും ഒക്കെ ഉപയോഗിച്ച് തന്മയത്വത്തോടുകൂടി ഇടപെടുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. ശനിയുടെ ആലസ്യമൊക്കെ വിട്ടുമാറി പ്രവൃത്തികാരകനായ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടും പഞ്ചമഭാവത്തിന്റെ അധിപന്റെയും ഒക്കെ അല്ലെങ്കിൽ രണ്ടാം ഭാവത്തിന്റെ ഒക്കെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതോടൊപ്പം ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ആദായം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും അതല്ല ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതികൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, ഒരു വാഹനം സ്വന്തമായിട്ട് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ച് വാഹന ബന്ധം ഉള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അത് വന്നു ചേരുവാനും ഒക്കെയുള്ള യോഗമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില പ്രസിദ്ധിയും അതുപോലെ തന്നെ ധനാഗമന യോഗവുമുണ്ട്. കലയുടെ കാരകൻ കുംഭം രാശിക്ക് ഉച്ചനാണ്. അപ്പോൾ 7.5 ശനി ജന്മത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഈ സമയത്ത് ധനസ്ഥാനത്താണ് ആ രാജയോഗകാരകനായ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ ചില ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതിനും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനും അത് നിരവധി കാര്യങ്ങൾ കൊണ്ട്, അതായത് കെട്ടിടം നിർമ്മാണവുമായി ബന്ധപ്പെട്ടാകാം, വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കലാപ്രവർത്തനങ്ങൾ, ഇന്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവര്, ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന പാചകകലയുമായി ബന്ധപ്പെട്ടവര്, ഒരു ബ്യൂട്ടി പാർലറായാലും മറ്റ് ഏത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായ വിജയങ്ങളും ധന ആഗമന യോഗവും ഉണ്ടാകും സുനിശ്ചിതമായിട്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യസമ്പൂർണവുമായ വിഷു ആശംസ.